ഈ കീറ്റോ ഡയറ്റ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പിന്നിലൊരു റീസൺ ഉണ്ട് നിഷ. ഇപ്പം കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പിലെപ്സി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത ഡയറ്റ് ആണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ വെയിറ്റ് ലോസിന് കൂടെ കാരണമാകുന്നല്ലോ എന്ന് ഓർത്തിട്ട് മറ്റുള്ള ആൾക്കാർ, എപ്പിലെപ്സി ഇല്ലാത്ത ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് കീറ്റോ ഡയറ്റ് കൂടുതൽ പ്രചാരത്തിലായി തുടങ്ങിയത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മറ്റേ കീറ്റോയെക്കാളും കുറെ കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ മെഡിറ്ററേനിയൻ ഡയറ്റ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ മെഡിറ്ററേനിയൻ ഡയറ്റ് ആണ്. ഇങ്ങനെ പല പല ഡയറ്റ് ഉണ്ട്. അപ്പം സെലിബ്രിറ്റീസ് അത് യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യണം എന്നില്ല. എനിക്കത് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ഞാനത് യൂസ് ചെയ്യാനായിട്ട്. ഇനി അവർ ഫോളോ ചെയ്ത അതേ ഡയറ്റ് വേണം എന്നില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത് ഡയറ്റിലേക്കാണ് നമ്മൾ പോവേണ്ടതെന്നുള്ളത് പറയാനായിട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്താലും ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ലോങ് ടേം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി, നമ്മൾ നമ്മുടെ എക്കോസിസ്റ്റത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, അതിലെല്ലാം നമ്മളൊരു ശ്രദ്ധ വെക്കണം. ഇപ്പൊ കീറ്റോ ഡയറ്റ് ഭയങ്കരമായിട്ട് ആനിമൽ പ്രോട്ടീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫുഡാണ്. ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ലതാണ്, ആനിമൽ ഫുഡ് എല്ലാം നല്ലതാണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീനിലാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന നമുക്കൊരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാവും. ഇപ്പം മലയാളികളാകുമ്പോൾ രാവിലെ നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറും കറികളും കഴിക്കുന്നു. ഇപ്പം വൈകിട്ട് വരുമ്പം ചോറ് മാറ്റി മറ്റെന്തെങ്കിലും ഓട്സോ ചപ്പാത്തിയോ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവർ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പാറ്റേണിൽ എന്ത് മോഡിഫിക്കേഷൻസാണ് വരുത്തേണ്ടതെന്ന് നോക്കിയാൽ മതി. അല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റെഗുലർ പാറ്റേണിൽ നിന്ന് കംപ്ലീറ്റ് മാറി പുതിയൊരു ഡയറ്റിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയാറുള്ള കാര്യമാണ്. അതാണ് കൂടുതലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാവും, അത് മോഡിഫൈ ചെയ്താൽ മതി. അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊന്നുമില്ല.